ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ എസ് സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഷോൺ ജോർജ്, ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജ്. എൻ്റെ പേര് ജിജി ജോസഫ്, സംസ്ഥാന സെക്രട്ടറി BJP. തുടങ്ങാമല്ലോ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകളെ മോചിപ്പിച്ചതിന് ശേഷമുണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കേരള സമൂഹത്തിനോട് പറയുന്നതിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള മുഴുവൻ ജനതയ്ക്കും അറിയാം, ഞങ്ങൾ വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വികസനവും ക്ഷേമവും ഐശ്വര്യവും, അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ BJPയുടെ സംസ്ഥാന ഓഫീസിലും കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും പാർട്ടി ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞു വരുന്നതിന് കാരണം, ഛത്തീസ്ഗഡിൽ BJP നടത്തിയ പരിശ്രമം അതൊരു സെൻസിറ്റീവ് വിഷയമായതുകൊണ്ടാണ് കേരളം ഇത്രത്തോളം ചർച്ച ചെയ്തത്. ഞങ്ങൾ ഈ ഛത്തീസ്ഗഡിൽ നടത്തിയ പരിശ്രമം പോലെ തന്നെ കഴിഞ്ഞ 120 ദിവസമായി BJPയുടെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ആ സംവിധാനത്തിലൂടെ ആയിരക്കണക്കിന് മലയാളികൾക്ക് രാജ്യത്തിനകത്തും കേരളത്തിനകത്തും രാജ്യത്തിന് പുറത്തും പാർട്ടിയുടെ സംവിധാനം ഉപയോഗിച്ചുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രയോജനപ്പെടുത്തുന്നു, അന്വേഷണ ഏജൻസികളുടെ സഹായം തേടുന്നു, വിദേശ എംബസികളുടെ സഹായം തേടുന്നു, അതുപോലെ തന്നെ ബാങ്കിങ് സ്ഥാപനങ്ങളുടെ സഹായം തേടുന്നു, കേരളത്തിലെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ഏജൻസികളുടെയും സഹായം തേടുന്നു. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ കേരളത്തിൽ വളരെ വിജയകരമായിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഹെൽപ്പ് ഡെസ്ക് പദ്ധതി. കൂടെയുണ്ട് ഞങ്ങൾ എന്നതാണ് ഹെൽപ്പ് ഡെസ്കിൻ്റെ ഹാഷ്ടാഗ്. ആ കൂടെയുണ്ട് ഞങ്ങൾ എന്നത് കേവലം മുദ്രാവാക്യമല്ല, കേരളത്തിലെ മുഴുവൻ ജനതയ്ക്ക് ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കൂടെയുണ്ട് ഞങ്ങൾ എന്ന ഞങ്ങളുടെ ആ മുദ്രാവാക്യം. ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ ജയിലിലടയ്ക്കപ്പെട്ട സമയത്ത് ഇടപെട്ടത്. അതിനെ സംബന്ധിച്ച് ഇന്ന് കേരള സമൂഹം വളരെ നന്നായിട്ട് BJPയുടെ ഇടപെടലിനെ ശ്ലാഘിക്കുന്നുണ്ട്, അനുമോദിക്കുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഒരു വേള ഞങ്ങളെ എതിർത്തിരുന്നവർ, BJPയുടെ ഇടപെടലിനെ സംശയത്തോടു കൂടി വീക്ഷിച്ചിരുന്നവർ, അവർ പോലും അവരുടെ മനോഭാവം മാറ്റി BJPയുടെ ഇടപെടലിനെ പിന്തുണയ്ക്കാനും അതോടൊപ്പം തന്നെ പ്രശംസിക്കാനും തയ്യാറായതിൽ BJP സംസ്ഥാന ഘടകവും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ BJP ഛത്തീസ്ഗഡിലേക്ക് പോയത് അവിടെ ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഭാഗമായി, ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, കൂടെയുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി ഞങ്ങളോട് അതിൻ്റെ അഫക്റ്റഡ് പാർട്ടി, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ആ സഹായം അഭ്യർത്ഥിച്ച സമയത്ത് തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ടും അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയുമായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ അവരെ രക്ഷിക്കുക എന്നുള്ള ഒരു നിലപാടെടുത്തത്. ആ നിലപാട് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ പരിശ്രമിച്ചത്. ആ പരിശ്രമത്തിന് 9 ദിവസം എടുത്തു. ആ 9 ദിവസവും ഞങ്ങൾ രാപകൽ ഭേദമില്ലാതെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആൻ്റണിയും
അതോടൊപ്പം തന്നെ ശ്രീ ഷോൺ ജോർജും ജിജി ജോസഫും സുമിത്തും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ അക്ഷീണം പരിശ്രമിച്ചു. ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് 9ാമത്തെ ദിവസമെങ്കിലും ജാമ്യം കിട്ടിയത്. യഥാർത്ഥത്തിൽ ഒരു 4 ദിവസം മുമ്പേ ജാമ്യം കിട്ടുമായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായി വന്ന സാഹചര്യത്തെ നമ്മളുടെ ഇവിടുത്തെ മതേതര വേഷമിട്ട കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചെന്ന് അവിടെ രാഷ്ട്രീയ ഷോ കാണിച്ച് അവിടെ അസാധാരണമായിട്ടുള്ള സമ്മർദ്ദം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തും കോടതിയിലും വരുത്തി അങ്ങനെ 4 ദിവസം മുമ്പ് ഇറങ്ങേണ്ടിയിരുന്ന നമ്മുടെ കന്യാസ്ത്രീകളുടെ മോചനം 4 ദിവസം വൈകിപ്പിക്കുന്നതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വിജയിച്ചു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, വി ഡി സതീശനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഈ കേരള സമൂഹത്തിനോട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിനോട് മാപ്പ് പറയണം. അവരുടെ ഇത്തരത്തിലുള്ള ഷോ കൊണ്ട് 4 ദിവസമാണ് നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് കൊണ്ട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇവിടെ BJPയുടെ ഈ പരിശ്രമം മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് ആരും പ്രശംസകളല്ല ചൊരിഞ്ഞത്. ഞങ്ങളെ ആക്രമിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. ഈ ആക്രമത്തെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് സ്ഥായിയായിട്ട് ഞങ്ങൾ ഈ സമൂഹത്തിനോട്, ക്രിസ്ത്യൻ സമൂഹത്തിനോട് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ വേണ്ടി പരിശ്രമിച്ചത്. ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. ഇത് പാർട്ടിയുടെ ഒരു കൂട്ടായിട്ടുള്ള തീരുമാനമാണ്. രാജീവ് ചന്ദ്രശേഖർ അതിന് നേതൃത്വം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമാണ് ഹെൽപ്പ് ഡെസ്കും അതോടൊപ്പം തന്നെ കൂടെയുണ്ട് ഞങ്ങൾ എന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ്. നരേന്ദ്രമോദിയുടെ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി എന്ന മുദ്രാവാക്യത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഞങ്ങളത് ഉയർത്തിയത്. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയവർക്ക് മറുപടി നൽകിയത് ഞങ്ങൾ തിരിച്ചാക്രമണം നടത്തിയിട്ടല്ല. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ, ഞങ്ങളെ വിശ്വസിച്ച് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം വിജയകരമായിട്ട് പരിസമാപ്തിയിലെത്തിച്ചിട്ടാണ് ഞങ്ങൾ മറുപടി നൽകിയത്. അതാണ് ഞങ്ങളുടെ മറുപടി. BJPയുടെ മറുപടി അതുതന്നെയാണ്. ഞങ്ങൾ ഏറ്റെടുത്ത കാര്യം ചെയ്തു തീർക്കും. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് ചെയ്യും. ഞങ്ങളെ വിശ്വസിക്കാം. ഞങ്ങൾ ക്രെഡിബിലിറ്റിയുള്ള ഒരു പാർട്ടിയാണ്. ക്രെഡിബിലിറ്റിയുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് ഇന്ന് കേരളത്തിന് ബോധ്യമാകാൻ ഞങ്ങളുടെ ഈ പരിശ്രമം കൊണ്ട് സാധിച്ചു. മറ്റൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ കോടതിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അത്തരത്തിലുള്ള ഇടപെടൽ എങ്ങനെയാണ് നടത്തിയത്, അത് ശരിയാണോ എന്ന് സന്ദേഹിക്കുന്നവരുണ്ട്. ഞങ്ങൾ കേസിൻ്റെ മെരിറ്റിലേക്കൊന്നും BJP ഇടപെടൽ നടത്തിയിട്ടില്ല. കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ BJP ഇടപെടൽ നടത്തിയിട്ടില്ല. എല്ലാവർക്കും ജാമ്യം കിട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ജാമ്യം കിട്ടാനുള്ള സ്വാതന്ത്ര്യം ഒരു നോൺ ബെയിലബിൾ കേസിൽ, ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരമുള്ളൊരു കേസിൽ ജാമ്യം നൽകുക എന്നുള്ളത് ഒരു കോടതിയുടെ ഡിസ്ക്രിഷനാണ്, വിവേചനാധികാരമാണ്. ആ വിവേചനാധികാരം കോടതി ഉപയോഗിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ വച്ചിട്ടാണ്. ആ മാനദണ്ഡങ്ങൾ ഈ പ്രതികൾ പുറത്തിറങ്ങിയാൽ പിന്നെയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുമോ, സമൂഹത്തിൽ അവർ പ്രതിസന്ധികൾ ഉണ്ടാക്കുമോ, വിഷമാവസ്ഥ ഉണ്ടാക്കുമോ, അവർ ഇത്തരത്തിലുള്ള ക്രൈം വീണ്ടും ആവർത്തിക്കുമോ, ഇത്തരത്തിലുള്ള ചില മാനദണ്ഡങ്ങളാണ് കോടതി ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടി പറയുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് ആ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ മുഖേന കോടതിയെ അറിയിച്ചാൽ കോടതിക്ക് ബോധ്യമാകും. ജാമ്യം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഇവരെ നിരന്തരം ജയിലിൽ അടയ്ക്കേണ്ടതില്ല എന്ന് ബോധ്യമാകും. അങ്ങനെ ആ 2 കന്യാസ്ത്രീകളെയും നിരന്തരമായിട്ട് ജയിലിൽ അടയ്ക്കേണ്ടതില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ജാമ്യം ലഭിച്ചത്. അല്ലാതെ കേസിൻ്റെ മെരിറ്റിലേക്ക് BJP ഇടപെട്ടിട്ടില്ല. കോടതിയുടെ പ്രവർത്തനത്തിൽ BJP ഇടപെട്ടിട്ടില്ല. പ്രോസിക്യൂഷൻ അസാധാരണമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ BJP ഉൾപ്പെടുത്തിയിട്ടില്ല. നീതിപൂർവം ആർക്കും ലഭിക്കാവുന്ന ഒരു സഹായം എത്രയും വേഗം നൽകുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലക്ഷ്യം ഞങ്ങൾ സാക്ഷാത്കരിച്ചു. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സമീപനം മതേതര സമീപനമാണ്. ഞങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വച്ചല്ല ഒരു വിഷയത്തിലും ഇടപെടുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നേട്ടം ഛത്തീസ്ഗഡിലെ BJPയോടൊപ്പം കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നരേന്ദ്രമോദിയും നിൽക്കുന്നതായിരുന്നു രാഷ്ട്രീയപരമായിട്ട് ലാഭം. കാരണം അവിടെ BJPക്ക് ഭരണമുണ്ട്, 55 MLAമാരുണ്ട്. അങ്ങനെയുള്ള ഒരു സർക്കാർ അവിടുത്തെ നിയമപ്രകാരം എടുത്തൊരു കേസിൽ BJPക്ക് ഒരു MLA പോലും ഇല്ലാത്ത കേരളത്തിലെ BJPയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും അതോടൊപ്പം തന്നെ എങ്ങനെയും
പ്രോസിക്യൂഷനെ കൊണ്ട് ഇവരെ നിരന്തരം ജയിലിലിടേണ്ട ആവശ്യമില്ല എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്താനും കേന്ദ്ര നേതൃത്വം അമിത്ഷായും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള സമീപനമല്ല, ഞങ്ങൾ ഉയർത്തുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ് എല്ലാ വിഷയത്തിലും എടുക്കുന്നത്. ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്ന കാര്യത്തിലും ഞങ്ങളെടുത്തത് മനുഷ്യത്വപരമായിട്ടുള്ള നിലപാട് മാത്രമാണ്. അതിന് അമിത്ഷാജിയുടെയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിജിയുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഇത് മതേതര നിലപാടും കൂടിയാണ്. ഇന്ന് കന്യാസ്ത്രീകളാണ് ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടതെങ്കിൽ നാളെ അകപ്പെടുന്നത് മറ്റു ചിലരായിരിക്കാം. ഇന്നലകളിൽ BJP സഹായിച്ച ആയിരക്കണക്കിന് ആൾക്കാരുടെ മതം ഞങ്ങൾ നോക്കിയിട്ടില്ല, അവരുടെ ജാതി നോക്കിയിട്ടില്ല, അവരുടെ രാഷ്ട്രീയം പോലും ഞങ്ങൾ നോക്കിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരെ BJPയുടെ ഹെൽപ്പ് ഡെസ്ക് വഴി ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സേവന പ്രവർത്തനം വികസിത കേരളം എന്ന മുദ്രാവാക്യം, എല്ലാവരോടൊപ്പമുണ്ട് എന്നുള്ള മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിന് ഞങ്ങൾ അത് ഒരു മതേതര മുദ്രാവാക്യമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള മുദ്രാവാക്യമാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ മതേതരമായിട്ടുള്ള സമീപനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കന്യാസ്ത്രീകളെ മോചിപ്പിച്ച സമീപനം. BJPയുടെ മനുഷ്യത്വപരമായിട്ടുള്ള കേരളത്തിലെ വിഷയങ്ങളെ മനുഷ്യത്വപരമായിട്ട് കാണുന്ന സമീപനത്തിൻ്റെ ഉദാഹരണമാണ് ഈ കന്യാസ്ത്രീകളെ മോചിപ്പിച്ച വിഷയം. BJP എല്ലാവരെയും സഹായിക്കാൻ സർവസജ്ജമായിട്ടുള്ള പാർട്ടി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിജയമാണ് കന്യാസ്ത്രീകളെ മോചിപ്പിച്ചതിലൂടെ BJP കേരളത്തിന് നേടാൻ സാധിച്ചത് എന്ന് ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ഈ മുദ്രാവാക്യം, കൂടെയുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യം, കേരളത്തിലെ 3.25 കോടി മലയാളിക്കും ഗുണം ചെയ്യുന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ മാറ്റാൻ വേണ്ടിയുള്ള പ്രചോദനമാണ് ഇതിലൂടെ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഘടകത്തിന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആള് എന്ന നിലയിൽ ശ്രീ ഷോൺ ജോർജിന് പറയാനുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജ് നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിലും ഒരു ക്രൈസ്തവ സഭാ അംഗം എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. പാർട്ടിയുടെ നിലപാടിനോടൊപ്പം ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എൻ്റെ ആകുലതയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻറ്റും മുൻ സംസ്ഥാന പ്രസിഡൻറ്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഒക്കെ ഇവിടെയുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ലോകത്ത് ഏറ്റവും പാരമ്പര്യമുള്ള 2000 വർഷത്തോളം പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭയാണ് കേരളത്തിലുള്ളത്. ലോകമെമ്പാടുമുള്ള മിഷണറിമാരെ സംഭാവന ചെയ്യുന്നതിലും ലോകമെമ്പാടും ക്രൈസ്തവ സഭയെ കെട്ടിപ്പടുക്കുന്നതിലും വലിയ സംഭാവന നൽകിയ ചരിത്രമാണ് കേരളത്തിനുള്ളത്. എന്നാൽ ഇന്ന് ക്രൈസ്തവ സഭ ലോകരാജ്യങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം. ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഛത്തീസ്ഗഡിലെ ഈ വിഷയത്തിലും സഭാ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ നുഴഞ്ഞു കയറുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ, സഭാ നേതൃത്വത്തിൻ്റെ അറിവോടെയോ അല്ലാതെയോ ഞാൻ അന്വേഷിച്ച ഒരു സ്ഥലങ്ങളിലും സഭാ നേതൃത്വം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എടുത്തു പറയുന്നു, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ STPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈസ്തവ സഭ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പൊതുസമൂഹം കാട്ടേണ്ടതായിട്ടുണ്ട്. അത് ഇനി പറയാതെ കടന്നു പോകാൻ കഴിയില്ല. ലോകരാജ്യങ്ങളിലെമ്പാടും കേരളത്തിലും ക്രൈസ്തവ സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള STPയെയും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം രാജ്യവിരുദ്ധ സംഘടനകൾ
ഇത്തരം സമരങ്ങൾക്ക് പുറകിൽ വന്നിട്ടുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല, അത് അത്തരം രാജ്യവിരുദ്ധ ശക്തികളുടെ ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം കാണേണ്ടതായിരിക്കുന്നു. താടിക്ക് തട്ടിയവരെ പേടിച്ച് അറവുകാരൻ്റെ കൂട്ടിൽ കൊണ്ടേ കുഞ്ഞാടിനെ കെട്ടുന്ന അവസ്ഥയാവും ഇത്തരം ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഉപകാരമുണ്ടാകുക. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ആവശ്യമാണ്. എന്താണ് BJPയുടെ ഛത്തീസ്ഗഡിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട്? ഈ നിമിഷം വരെയും നിർബന്ധിത മതപരിവർത്തനത്തെ BJP ന്യായീകരിച്ചിട്ടില്ല, എടുത്തു പറയണം. മതപരിവർത്തനം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഏത് പൗരൻ്റെയും അവകാശമാണ്. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് എന്താണ് ക്രൈസ്തവ സഭയുടെ നിലപാട്? 1964 രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ക്രൈസ്തവ സഭ നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ട്. ആ സഭാ അംഗങ്ങളായ 2 കന്യാസ്ത്രീമാരാണ് ഈ വിഷയത്തിൽ അവിടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ കേസിൻ്റെ മെറിറ്റിലേക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചില്ല, ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് മനുഷ്യത്വപരമായ സമീപനമാണ് BJP ആ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. നിർബന്ധിത മതപരിവർത്തനത്തെ സഭ തന്നെ എതിർക്കുന്ന സമയത്ത് അതിൽ BJPക്ക് മറ്റൊരു നിലപാടില്ല. ഇവിടെ നമുക്കറിയാം, ഒരു 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ഉണ്ടായിരുന്നെങ്കിൽ 1789 കൊടുങ്ങല്ലൂരിൽ നിന്നും ടിപ്പു തോറ്റ് തിരിച്ചു പോകുന്നത്. ആ ടിപ്പു സുൽത്താൻ തോറ്റ് തിരിച്ചു പോയില്ലായിരുന്നെങ്കിൽ കേരളം കൊടുങ്ങല്ലൂർ വരെ എങ്ങനെയാണോ അങ്ങനെ ആകുമായിരുന്നു. അവിടെ നടന്നത് നിർബന്ധിത മതപരിവർത്തനമായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, എങ്കിൽ പോലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. കേരളത്തിൽ നടന്ന പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ സംഭവം നടന്ന അതേ ദിവസങ്ങളിൽ കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ സ്ഫോടനത്തിൽ 40 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. ഇവിടെ ആരും പ്രതിഷേധിച്ച് കണ്ടില്ല, ആർക്കും ഇവിടെ സങ്കടമില്ല, അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നതും കേട്ടില്ല. എന്നാൽ ഇവിടെ നമ്മളെല്ലാം മനുഷ്യരാണ്. ഇവിടെ ഹമാസിനെക്കുറിച്ചും പാലസ്തീനെക്കുറിച്ചും ഘോരഘൂരം പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ VD സതീശനോ പിണറായി വിജയനോ ആ കോങ്കോയിൽ നടന്ന പീഡനങ്ങളെ സംബന്ധിച്ചും ഈ മരണത്തെ സംബന്ധിച്ചും നൈജീരിയയിൽ നടക്കുന്ന പീഡനങ്ങളെ സംബന്ധിച്ചും എവിടെയും സംസാരിച്ച് കേട്ടിട്ടില്ല. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട മലയാളി നേഴ്സ് സൗമ്യയുടെ വീട് ഈ നിമിഷം വരെ ഈ പറയുന്ന ആരും സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ ഇവർ നടത്തുന്ന ഈ ആട്ടിൻതോലിട്ട ചെന്നായുടെ തനിനിറം BJPക്ക് തുറന്നു പറയാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു കഴുകനെ പോലെ, തിരുവസ്ത്രം കൊത്തിപ്പറിക്കാൻ നിൽക്കുന്ന കഴുകനെ പോലെയാണ് കോൺഗ്രസും CPM-ഉം ഛത്തീസ്ഗഡിൽ പെരുമാറിയത്. നിങ്ങളോട് ചോദിക്കട്ടെ, സ്വാഭാവികമായും ഒരു FIR ഉണ്ടാകുന്നു. ആ FIR ഇട്ടത് അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, റെയിൽവേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ FIR അവിടെ നിലനിൽക്കുന്ന സമയത്ത് ഇത് മനഃപൂർവമായ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന് തെളിയിക്കണം, അല്ലേ? അങ്ങനെ തെളിയിക്കാനായി ആ ഛത്തീസ്ഗഡ് സർക്കാർ ഇറങ്ങിയിരുന്നെങ്കിൽ ആ കന്യാസ്ത്രീമാരുടെ അവസ്ഥ ഇന്ന് എന്താകുമായിരുന്നു? നിങ്ങൾ ചിന്തിക്കണം. ഇവർ നടത്തിയ പ്രക്ഷോഭങ്ങളും ഇവർ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ നടത്തിയ ആരോപണങ്ങളും മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആ സർക്കാർ ആ 2 കന്യാസ്ത്രീമാരുടെ പേരിൽ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് അവർക്കിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞത്. അല്ല എങ്കിൽ അവിടെ വന്നിട്ടുള്ള അവരാരും അറിഞ്ഞ ഒരു FIR അല്ല,
പ്രാദേശികമായി വന്നൊരു കാര്യമാണ്. പക്ഷേ സർക്കാരിനെതിരെ വളരെ മോശമായ ആക്രമണങ്ങൾ അവിടെ നടത്തി. സർക്കാരിനെതിരെ ആ മോശമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവിടെ വന്ന് നിന്ന ഇവിടെ നിന്ന മുഴുവൻ ജനപ്രതിനിധികൾ അവിടെ നിന്ന് അന്ന് രാവിലെയും ജാമ്യം കിട്ടുന്ന അന്ന് രാവിലെയും ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. എന്തു ചെയ്യണമായിരുന്നു സർക്കാർ? നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് BJPയുടെ നിഷ്പക്ഷ നിലപാടാണ്. 55 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ്. അവർക്ക് കേരള BJP പറയുന്നത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന് നീതി നടപ്പിലാക്കണം, അല്ലെങ്കിൽ മനുഷ്യത്വപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ഉറച്ച നിലപാട് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഇത് എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇതിനി ആവർത്തിക്കപ്പെടില്ലേ? ഒരു ചോദ്യമാണ്. ഇന്ന് അവസാനിച്ചു, ഇനി ആവർത്തിക്കപ്പെടില്ലേ? ഇത് ആവർത്തിക്കപ്പെടാം. 150 കോടി ജനമുള്ള ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യ മാത്രമല്ല ഏത് രാജ്യത്തും ഇത് സംഭവിക്കാം. പക്ഷെ ഒരു കാര്യം തീർത്ത് പറയുന്നു, ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിങ്ങൾ അറിഞ്ഞൊരു വിഷയം ഇതാണെന്നുള്ളൂ. നിങ്ങൾ അറിയാത്ത വിഷയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ നേരിട്ട് രാജീവ് ചന്ദ്രശേഖരനെ സമീപിച്ച 7 വിഷയങ്ങളിൽ ഒന്നാണിത്. ആ 7 വിഷയങ്ങൾ 6 നമ്മൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ, ന്യായമായ പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. കാരണം അതിൽ ഇൻവോൾവ് ആയ ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം ഇടപെട്ടിട്ടെന്ന് മാത്രമല്ല, അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനു ശേഷം മാത്രമാണ് ഈ വിഷയം സംസ്ഥാന BJPയുടെ പരിഗണനയിലേക്കും ഒരു പരാതി എന്ന നിലയിൽ നമുക്ക് CBCയുടെ പരാതി എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞത് അപ്പോൾ മാത്രമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ അവരുടെ MP-മാരൊക്കെ വന്നു നിന്ന് പറയുന്ന ആ മതേതരത്വവും പ്രത്യേകിച്ച് ക്രൈസ്തവ സ്നേഹമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാണ്ട് രോമാഞ്ചമുണ്ടാകും. 1957 ആർട്ടിക്കിൾ 29, 30 അനുസരിച്ച് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് ക്രൈസ്തവ സഭയ്ക്ക് അർഹതയില്ല എന്ന അഫിഡവിറ്റ് കൊടുത്ത സർക്കാരാണ് EMS. 1957 ആർട്ടിക്കിൾ 29, 30 പ്രകാരം ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് ക്രൈസ്തവ സഭയ്ക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞത് EMS സർക്കാരാണ്. 2017 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവരുണ്ടാകണമെന്ന് നിർബന്ധമുണ്ട് എന്നുള്ള ക്ലോസ് എടുത്തു മാറ്റി അത് നിർബന്ധമില്ല എന്നാക്കി ഈ തൊട്ടു മുമ്പത്തെ പിണറായി സർക്കാർ. അവരാണ് ക്രൈസ്തവ സ്നേഹം പറയുന്നത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 80-20 ആയിരുന്നത് ജനസംഖ്യ ആനുപാതികമാക്കി പുനർനിർണയിക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയവരാണ് ഇവർ. ന്യൂനപക്ഷ പ്രേമം പ്രസംഗിക്കുന്നു. ഒന്നും വേണ്ട. നിങ്ങൾക്കറിയാം 2007 പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി, ആ കമ്മിറ്റി നിർദ്ദേശിച്ച കാര്യങ്ങൾ 1 മാസത്തിനകം നടപ്പിലാക്കി അന്നത്തെ സർക്കാർ. എന്താണ്? പിന്നോക്കമായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ട് 1 മാസം കൊണ്ട് നടപ്പിലാക്കിയ സർക്കാർ. അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്രൈസ്തവരുടെ വിവിധ മേഖലയിലുള്ള വിഷയങ്ങളും പിന്നോക്കാവസ്ഥയും പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇന്ന് 4 വർഷമായി. ക്രൈസ്തവ സ്നേഹം വിളമ്പുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് BJPക്ക് ചോദിക്കാനുള്ളത്, എവിടെ പോയി JB കോശി കമ്മീഷൻ റിപ്പോർട്ട്? നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ? നിങ്ങൾ പറയണം. OBC വിഷയത്തിൽ ഇവിടുത്തെ ഈഴവർ, അതുപോലെ ക്രൈസ്തവർ, മുസ്ലിം സമുദായങ്ങൾ ഉൾപ്പെടെയുള്ള സമുദായങ്ങൾ അതിനകത്തുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ MP കൂടിയായ ഹാരിസ് ബീരാനാണ് ജനസംഖ്യ ആനുപാതികമായി OBC സംവരണം പുതുക്കണമെന്ന് ആവശ്യപ്പെട്ടു സുപ്രീം കോടതി പോയേക്കുന്നത്. സ്വാഭാവികമായും അത് വരുമ്പോൾ അതിൽ വിധിയുണ്ടായാൽ, അല്ലെങ്കിൽ അവർക്ക് ഹാരിസ് ബീരാനും മുസ്ലിം ലീഗിനും അനുകൂലമായി വിധിയുണ്ടായാൽ കേരളത്തിലെ ലത്തീൻ ഈഴവ സമുദായങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം എത്ര വലുതാണ്? ഇവരാണ് മതേതരത്വം പ്രസംഗിക്കുന്നത്. എല്ലാ കാലത്തും കേരളത്തിലെ ക്രൈസ്തവർ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അടിമകളാണ് എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ്സുകാർ
ഇനി അത് നടക്കില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ, വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ, ചേലക്കരയിൽ, പാലക്കാട് കേരളത്തിൻ്റെ ജനം കണ്ടു. നിങ്ങൾ രാജ്യവിരുദ്ധ ശക്തികളായ SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും തീവ്രവാദ സംഘടനയായ PDPയുടെയും പരസ്യ പിന്തുണ മേടിക്കുന്ന കാഴ്ച കേരള ജനത കണ്ടു. ഇതൊക്കെ ഇവിടെയുള്ളവർക്ക് ബോധ്യമുണ്ട്. അത് മറച്ചു വെക്കുവാൻ ഇവിടെ UDFും ഇടതുപക്ഷവും, നമുക്കറിയാം UDFിൻ്റെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ് അല്ല, SDP ആയിരുന്നു. പരസ്യമായി രാജ്യവിരുദ്ധ സംഘടനയായ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസ് രംഗത്ത് വന്നപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെൻറ്റിന് അതിന് വലിയ തടയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ സഭ ന്യായമായി നടത്തിയ, ശരിയാണ്, കരീംസ്വ സഭയ്ക്ക് ഈ വിഷയത്തിൽ, ഛത്തീസ്ഗഡ് വിഷയത്തിൽ വിഷമമുണ്ടായി. ആ വിഷയത്തിൽ അവർ സമരരംഗത്ത് ഇറങ്ങിയപ്പോൾ ആ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് BJPക്കെതിരെ ഒരു ആയുധമാക്കാൻ SDPI അവിടെ കൃത്യമായി ഇടപെട്ടു. SDPI ഒളിഞ്ഞും തെളിഞ്ഞും ഈ സമരത്തിനുള്ളിൽ പങ്കാളികളായി നുഴഞ്ഞു കയറി. ഇത് ഗൗരവത്തോട് കാണാതിരിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ. കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം, ഇത്രയും സ്ഥലം. ഇത് ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു. ഇത്രയും സ്ഥലങ്ങളിൽ കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം, ഇത്രയും സ്ഥലങ്ങളിൽ SDPI ഈ സമരങ്ങളിൽ നുഴഞ്ഞു കയറി. എന്തായിരുന്നു ലക്ഷ്യം? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നിലപാട്, 600 കുടുംബങ്ങൾ ഇപ്പോഴും ആ മുനമ്പത്ത് നീതി കാത്ത് കഴിയുന്നുണ്ട്. അവരുടെ ഭൂമിക്ക് മേലുള്ള അവകാശം തിരിഞ്ഞു കിട്ടാൻ അവിടെ കഴിയുന്നുണ്ട്. ആ വഖഫ് റൂൾസിലൂടെ അത് നേടിക്കൊടുക്കും എന്ന് BJP വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഒരു സംശയം വേണം, ഞങ്ങളത് ചെയ്യും. പക്ഷേ അതിനെതിരായി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ആരാണ്? ഈ കോൺഗ്രസ് അല്ലേ, ഈ മുസ്ലിം ലീഗല്ലേ? അവരാണ് ക്രൈസ്തവ സ്നേഹം വിളമ്പുന്നത്. ഇതൊക്കെ മറച്ചു വെക്കുവാൻ, ഇതൊക്കെ കേരള സമൂഹത്തിന് മുമ്പിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് തുടർന്നാൽ അതിനെ ജനങ്ങളോട് വിളിച്ചു പറയാനുള്ള ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് കേരള സംസ്ഥാനത്ത് മതേതര മുഖമുള്ളത്. അത് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ പാർട്ടിയുടെ ഭാരവാഹികളെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ബഹുമാനപ്പെട്ട സുരേഷ് സൂചിപ്പിച്ചു, ഇവിടെ ഹെൽപ്പ് ഡെസ്കിൽ കയറി വരുന്ന കേരളത്തിൻ്റെ 30 ജില്ലകളിലും പാർട്ടി സ്ഥാപിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിലേക്ക് കയറി വരുന്നവരുടെ മതം ഞങ്ങൾ അന്വേഷിക്കാറില്ല. നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കണം. ഞങ്ങൾ ഇവിടുന്ന് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളുകളെ. പക്ഷേ മതം നോക്കിയും മതത്തിൻ്റെ വോട്ട് നോക്കിയും മാത്രം രാഷ്ട്രീയം കളിക്കുന്ന ഇടത് വലത് മുന്നണികൾക്കെതിരെ BJP കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇത് അപകടമാണ്. ഇവരുടെ ലക്ഷ്യം അപകടമാണ്. ആ ലക്ഷ്യം അവർക്ക് ലോകമെമ്പാടും അവർ നടപ്പിലാക്കി അത് കേരളത്തിലേക്ക് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഈ രാജ്യവിരുദ്ധ ഇവിടുത്തെ മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്ന, ഒരു സംശയം വേണ്ട. പക്ഷേ അവർ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കൂടെ നിർത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഒരു സംശയം വേണ്ട. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിക്കുന്ന ഇത്തരം സംഘടനകൾക്കെതിരെ BJP ശക്തമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം. അല്ല, നിങ്ങൾ അന്വേഷിച്ചോളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ പോലീസ് സംവിധാനമുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനമുണ്ട്, ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ചോളൂ. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു കൃത്യമായി. അത് ഞാൻ ഇന്ന് പിതാക്കന്മാരോട് പലരോടും ചോദിച്ചു, അവരാരും അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പുരോഹിതൻ്റെ അടുത്ത് ഞാൻ ഇന്ന് രാവിലെ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അറിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നുഴഞ്ഞേറ്റല്ലേ? അന്വേഷണ സംവിധാനം അത് ഞാൻ പറയട്ടെ, എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾ അന്വേഷിച്ചോളൂ.
എനിക്ക് കിട്ടുന്ന സംവിധാനം അല്ലെങ്കിൽ പാർട്ടിക്ക് കിട്ടിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും നമുക്ക് വളരെ നേരത്തെ തന്നെ ഈ വിവരങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്തു. ഇത് വ്യക്തമാണ്. യെസ്. അല്ല, ക്രൈസ്തവ സഭയോട് നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കണം. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് ചർച്ചയാക്കണം, പൊതുസമൂഹം അറിയണം ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ എന്തിനാണ് ഇത്തരം സമരങ്ങളിൽ വന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ രാഷ്ട്രീയ നിലപാടും ഈ ഛത്തീസ്ഗഡിൽ 2 സിസ്റ്റർമാർ അറസ്റ്റിലായപ്പോൾ ഇവർ കാണിക്കുന്ന പെട്ടെന്നുള്ള സ്നേഹം എന്തിനാണ് എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? ഇതോ കേരളത്തിലെ ഓരോ സഭാ നേതൃത്വത്തെയും സഭാപിതാക്കന്മാരെയും അതുപോലെ സഭാപിതാക്കന്മാർ മാത്രമല്ല അൽമായ സംഘടനകളുണ്ട്, അവരെയും ഈ അപകടത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി ബോധ്യപ്പെടുത്തും. തിരിച്ചെടുക്കില്ല. ഇത് സഭ അറിഞ്ഞ് അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഈ വിവരം അറിഞ്ഞപ്പം മുതൽ ഞാൻ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും പരിപാടിയിൽ പോയി ആശംസ അറിയിച്ചു പോയത് ആരാന്ന് പോലും അവരറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്തെല്ലാം സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ആരോപണമല്ല. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇൻ്റലിജൻസ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഇവരൊക്കെ നിങ്ങൾ അന്വേഷിച്ചോളൂ. ഞാൻ പറഞ്ഞ ആരോപണം തെറ്റാണ് എങ്കിൽ എന്തു ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഐക്യദാർഢ്യം എന്താ. ഇവിടെ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ആരോപണം ഉന്നയിച്ച് കല്ലറങ്ങാട്ട് പിതാവിനെ തുറുങ്കിലടക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത SDPIക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ക്രൈസ്തവ സഭയുടെ സ്നേഹം വന്ന്? പൂഞ്ഞാറ് പള്ളിയിൽ പള്ളിയിലച്ഛനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് സഭയുടെ സ്നേഹം വന്നത്? ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ എത്ര രൂക്ഷമായ ആരോപണങ്ങളാണ് സഭയ്ക്കെതിരെ ഈ പറഞ്ഞ സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ളത്. അവർക്കെങ്ങനെയാണ് പെട്ടെന്ന് സ്നേഹം വന്നത്? അപ്പോൾ അവിടെ ലക്ഷ്യം BJP ആണ്. BJP എന്ന BJP കേരളത്തിന് ഒരു മതേതര മുഖം ഉണ്ടായി. ആ മതേതര മുഖത്തിൽ കൂടുതൽ ക്രൈസ്തവർ BJPയിലേക്ക് അടുക്കുന്നു എന്ന ആകുലത അത് തന്നെയാണ് ഇത്തരം സംഘടനകളെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്നത്. അല്ല, അവിടെ ഉണ്ടെന്നല്ലോ. ബാക്കി നിങ്ങൾ ചർച്ച ചെയ്യൂ. നിങ്ങൾ എത്രയോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെടുത്ത എഫേർട്ടൊക്കെ നിങ്ങൾ കണ്ടതാണ്. പക്ഷേ എന്തേരം കല്ലുവാരി എറിഞ്ഞ് നിങ്ങൾ, എന്തേരം ചെളുവാരി എറിഞ്ഞ് നിങ്ങൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല. 100% ഞാൻ അത് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം 2 സന്യാസിമാർ 2 കന്യാസ്ത്രീമാർ അവർ തുറുങ്കിലടയ്ക്കപ്പെട്ട സാഹചര്യത്തെ, അവർ നടത്തിയ പ്രതിഷേധത്തെ ബഹുമാനത്തോടു കൂടി കാണുന്നു പാർട്ടി. അത് തെറ്റില്ല. പക്ഷെ അവിടേക്ക് ഇത്തരം ശക്തികൾ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, രാജ്യവിരുദ്ധ ശക്തികൾ ഇതിൽ കടന്നു കയറുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അല്ലെങ്കിൽ എല്ലാവരും അവിടെ പോകും. അല്ല, അത് അങ്ങനെ ആക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ അങ്ങനെ ആക്കണമെങ്കിൽ ആക്കിയ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബഹുമാനിക്കുന്നു സഭ നടത്തിയ പ്രതിഷേധത്തെയും. അത് ആരുടെ അവകാശമാണ്. ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ഞാൻ ആ കന്യാസ്ത്രീമാരെ ആ ജയിലിൽ പോയി കണ്ടു. അവരൊന്നും മിണ്ടുന്നില്ല. 5 മിനിറ്റ് തികയുന്നതിന് മുമ്പ് എനിക്ക് കരച്ചിൽ വന്നു. കാരണം ഞാനതിൽ വേദനിക്കുന്ന ഒരാളാണ്. എനിക്ക് വേദനിച്ചു. കാരണം അവരുടെ നിരപരാധിത്വം എന്താണ്, അല്ലെങ്കിൽ അവിടെ ഇതിലേക്ക് വെച്ച സാഹചര്യങ്ങളാണ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ആ വേദന കേരളത്തിലെ ഓരോ ക്രൈസ്തവർക്കുണ്ടെന്നേ. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്കുണ്ടാവും. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ രംഗത്തിറങ്ങുമ്പോൾ അതിനെയൊന്നും കുറ്റമെന്ന് പറയാൻ ഞങ്ങളില്ല. അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ആ നിലപാടല്ലേ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും പറഞ്ഞത്. അതിനൊന്നും പറയില്ല. പക്ഷേ ഇത്തരം ശക്തികൾ, ഞാൻ പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്, എങ്കിൽ പോലും പറയാമല്ലോ, ഇത്തരം ശക്തികൾ അത്തരം കാര്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് പഠിച്ചു പോയേ പറ്റൂ. അല്ല, ഞാൻ ഇന്ന് സംസാരിച്ച പിതാക്കന്മാർക്കൊന്നും ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. അവരുടെ പ്രതിഷേധം തന്നെയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടേതായ സംവിധാനം, ഞങ്ങളെക്കാൾ സംവിധാനം നിങ്ങൾക്കുണ്ടല്ലോ.
ഇന്റലിജൻസ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ പോലീസോ ഉണ്ട്. അവരാരും അല്ല നിങ്ങൾ അന്വേഷിച്ചോ. ഞാനീ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് ശിക്ഷയുമേക്കാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായി? അവരാരും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. അത് എനിക്കറിയില്ല, അത് അവരുടെ കാര്യം. അവർ സഭയെ സംബന്ധിച്ചൊക്കെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം സഭയോട് മാത്രമല്ല, വിശ്വാസികളുണ്ട് ഇവിടെ. അവരും ഈ വിഷയത്തിൽ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണണം. കാരണം ഇത് വളർത്താനല്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, താടിക്ക് തട്ടുന്നവരെ പേടിച്ച് കുഞ്ഞാടിനെ കൊണ്ട് അറവുകാരൻ്റെ കൂട്ടിക്കെട്ടിയാൽ അത് ഗുണമാകില്ല. അതിന് കൃത്യമായിട്ട് പറയാമല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ 1000 പ്രാവശ്യം ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് വളരെ വ്യക്തമായി ആ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറയാം, 1964 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയുടെ ലോക സഭയുടെ തീരുമാനം അവിടെ നിരോധിച്ചിട്ടുണ്ട്. ഏതാ? എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടല്ല ഞാൻ അവിടെ പോയേ. ആര് പറഞ്ഞു? അല്ലല്ല, നിങ്ങൾ ഈ ഇങ്ങനെ വളച്ചൊടിക്കാതെ പ്രിയ സുഹൃത്തെ. നിയമത്തിൻ്റെ വഴിക്ക് പോകും. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭരണാധികാരി അവിടെ പറയാണ് ഇവർ നിരപരാധിയാണ്, ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇവർ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അയാളുടെ കീഴിൽ പിന്നീട് ഈ വിഷയത്തെ സംബന്ധിച്ച് തുടരന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്? അവർ പിന്നെ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്താ പറയാൻ കഴിയുക? ഇപ്പോൾ ജോർജ് കുര്യൻ ഇത് പറഞ്ഞു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രിയാണ്. ഷോൺ ജോർജിന് പറയാം. അതുപോലെ ഒരു മുഖ്യമന്ത്രിക്കോ കേന്ദ്രമന്ത്രിക്കോ അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കീഴിൽ സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ അവിടെ അന്വേഷിക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഞങ്ങൾ കേസിൻ്റെ മെരിറ്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ജാമ്യം നൽകൽ ഒരു കോടതിയുടെ വിവേചനാധികാരമാണ്. അത് പ്രോസിക്യൂഷൻ്റെ അഭിപ്രായത്തിന് പ്രാധാന്യമുണ്ട്. ഈ ജാമ്യത്തിലിറങ്ങുന്ന പ്രതികൾ ഇതേ കുറ്റം വീണ്ടും ആവർത്തിച്ച് ചെയ്യുമെന്നോ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള മറ്റ് അപകടങ്ങൾ ഉണ്ടാക്കുമെന്നോ പ്രോസിക്യൂഷൻ പറയുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കാനിടയാകുമെന്ന് പ്രോസിക്യൂഷൻ പറയുകയോ ചെയ്താൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ജാമ്യം കിട്ടാറില്ല. മുമ്പ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾ 11 മാസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അന്ന് കോൺഗ്രസ് നേതൃത്വം നൽകിയ പ്രോസിക്യൂഷൻ ഇവരെ ജയിലിലിട്ടേ പറ്റൂ എന്ന് കോടതിയിൽ വാദിച്ചതുകൊണ്ടാണ്. ഇന്ന് അതേ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യാസ്ത്രീകൾ 4 ദിവസം കൊണ്ട് ഇറങ്ങേണ്ടതായിരുന്നു 9 ദിവസം കൊണ്ടെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇവരെ അനാവശ്യമായിട്ട് ജയിലിലിടേണ്ട ആവശ്യമില്ല. ഈ കേസ് മെരിറ്റിൽ അന്വേഷിക്കും, അതിനുവേണ്ടി ഇവരുടെ കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രോസിക്യൂഷൻ എടുത്ത നിലപാടാണ് അവർക്ക് ജാമ്യത്തിന് കാരണമായിട്ടുള്ളത്. ആ നിലപാട് പ്രോസിക്യൂഷനെ കൊണ്ട് എടുപ്പിക്കാനാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടത്, അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടത്, അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെ കണ്ടത്, അവിടുത്തെ പ്രോസിക്യൂഷൻ്റെ ചുമതലപ്പെട്ട ആൾക്കാരെ കണ്ടത്. അങ്ങനെ നിയമപരമായിട്ടുള്ള വഴിയിലൂടെ കോടതിയുടെ പ്രൊസീജിയറിൽ ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ കോടതിയുടെ ഡിസ്ക്രിഷൻ്റെ സൗകര്യം ഉപയോഗിച്ച് ഞങ്ങൾക്ക് ആ കന്യാസ്ത്രീകളെ സുഗമമായിട്ട് പുറത്തിറക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം BJP നിയമപരമായിട്ട് തന്നെ നേടിയെടുത്തു. അല്ല, ഇതിലെ കേസിൻ്റെ മെരിറ്റിനെ സംബന്ധിച്ച് ഇതിൽ ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യം ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളെ പുറത്തിറക്കലായിരുന്നു. അത് പുറത്തിറക്കി കൊടുത്തു. അതാണ് ഞങ്ങളോട് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭ ആവശ്യപ്പെട്ടിരിക്കുന്ന അതാണ്. അത് ഞങ്ങൾ ചെയ്തു. ഇനി ഈ കേസിൻ്റെ മെരിറ്റിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതും ഇതിലൊരു വിധി പുറപ്പെടുവിക്കേണ്ടതും കോടതിയാണ്. അല്ല, സ്വാമിജിക്ക് അദ്ദേഹം വളരെ പണ്ഡിതനാണ്, ആധ്യാത്മികമായി വളരെ ഉയർന്നു ചിന്തിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു യുക്തി ഉണ്ടാവും. അത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതും BJP ഈ വിഷയവുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം BJP കേസിന് കുറ്റവാളിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ BJP ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. BJP അവരെ കുറ്റവാളി അല്ലാതെയാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നിലപാടും എടുത്തിട്ടില്ല.
അവരെ ജാമ്യത്തിൽ പുറത്തിറക്കണം. അതിനുവേണ്ടി വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ള ഒറ്റ ദൗത്യം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞങ്ങൾ വിജയിച്ചു. അത് കോടതിയിലിരിക്കുന്ന കേസിൽ കോടതിയല്ലേ പരിഗണിക്കേണ്ടത്? അല്ല, പ്രസിഡന്റ് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറയാം. പ്രസിഡന്റ് പറഞ്ഞ് വിശ്വസിക്കുന്നു എന്നല്ലേ. പ്രസിഡന്റിന് കിട്ടിയ ഇൻപുട്സും അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീ ഷോൺ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ സഭ കാലങ്ങൾക്ക് മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് എടുത്ത നിലപാടുകളും. കാരണം ഈ കന്യാസ്ത്രീകൾ ആ വിഭാഗത്തിൽപ്പെട്ട കന്യാസ്ത്രീകളാണ്. ആ കന്യാസ്ത്രീകളെ കുറിച്ച് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു നിഷ്കളങ്കമായി അദ്ദേഹം ഈ കന്യാസ്ത്രീകളെ എങ്ങനെയും മോചിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ വന്ന കാര്യം പറഞ്ഞു. പക്ഷേ BJP കേസിൻ്റെ മെരിറ്റിനകത്തേക്ക് കടന്നിട്ടുമില്ല, ഇനി കടക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ശ്രീ അരുണേ, ഞാനൊരു വക്കീലും കൂടെ അല്ലേ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഒരു കേസിൻ്റെ മെരിറ്റിൽ കടക്കാതെ ആണ് ജാമ്യം കൊടുക്കുന്നത്. കേസിൻ്റെ മെരിറ്റിൽ കുറ്റവാളിയാണോ കുറ്റവാളി അല്ലയോ, ഇയാളെ എത്ര വർഷം ശിക്ഷിക്കും എന്ന് നോക്കിയിട്ടല്ല ജാമ്യം കൊടുക്കുന്നത്. ജാമ്യം കൊടുക്കുന്നത് ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ അപകടകാരിയാണോ, ഈ കേസിന് അട്ടിമറിക്കുമോ, ഇതുപോലെയുള്ള ചില മാനദണ്ഡങ്ങളാണ് ജാമ്യം കൊടുക്കുന്നതിന് ആധാരമായിട്ടുള്ളത്. അത് ഒരു ജഡ്ജിയുടെ വിവേചനാധികാരമാണ്. ആ വിവേചനാധികാരം ജഡ്ജി ഉപയോഗിക്കണമെങ്കിൽ പ്രോസിക്യൂഷൻ പറയണം, ഇവർ ജയിലിൽ നിന്ന് മോചിതരായാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടില്ല, ഇവർ വീണ്ടും ഇതേ ക്രൈം ചെയ്യില്ല എന്ന് പ്രോസിക്യൂഷൻ വാക്കുകൊടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. കോടതി അതിൻ്റെ വിവേചനാധികാരം ആ രീതിയിൽ വിനിയോഗിക്കും. അങ്ങനെ വിനിയോഗിച്ചതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ 11 മാസം കന്യാസ്ത്രീകളെ ജയിലിലിട്ടെങ്കിൽ ഞങ്ങൾക്ക് 9 ദിവസത്തിനുള്ളിൽ അവരെ പുറത്തിറക്കാൻ സാധിച്ചത്. അങ്ങനെ വിനിയോഗിപ്പിക്കാൻ പറ്റുന്ന ഇച്ഛാശക്തി നരേന്ദ്രമോദിയും അമിത്ഷായും രാജീവ് ചന്ദ്രശേഖറും കാണിച്ചതുകൊണ്ടാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് പറയുന്നതാണ് പാർട്ടി തീരുമാനം, ഏതൊരു സംശയം വേണ്ട.